ഹലോ ഗൈസ്, ടെക് ടൂൾസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് വയനാട്ടിലെ മീനങ്ങാടി പറഞ്ഞ സ്ഥലത്ത് ഒരു ചെറിയൊരു ഹോം സ്റ്റേ സെറ്റപ്പിലാണ് കേട്ടോ. അതായത് മലപ്പുറം കോട്ടക്കൽ ഭാഗത്തു നിന്ന് വരികയാണെങ്കിൽ ഏകദേശം ഒരു 130 കിലോമീറ്ററോളം ഉണ്ടാവും കേട്ടോ. എന്നിട്ട് ഇതാണ് നമ്മളെ റൂം, ചെറിയ ഹോം സ്റ്റേ കേട്ടോ. ഇതൊരു മലന്റെ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത്. ഞാൻ ജസ്റ്റ് ഇതിന്റെ വ്യൂ ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ മലന്റെ മേലേക്ക് വണ്ടിയൊന്നും വരില്ല. നമുക്ക് ഒരു 600 മീറ്ററോളം ട്രക്ക് ചെയ്ത് വേണം ഇങ്ങോട്ട് കയറാൻ. ഇതാണ്ടോ കാണാൻ പറ്റൂട്ടോ. മീനങ്ങാടിന്ന് കൃഷ്ണഗിരി പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഈ ഒരു ഹോം സ്റ്റേ ഉള്ളത്. ഇത് അധികം ആളുകൾക്ക് അങ്ങനെ അറിയില്ല. അപ്പോൾ ഇതിലൊക്കെ ഉള്ളത് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കുറച്ച് റിസ്ക് ആയിട്ടുള്ള ഒരു വഴിയാണ്. ഇങ്ങനെ ഒരു 600 മീറ്ററോളം നമ്മളിങ്ങനെ ഈ ചെറിയ ചെറിയ റോഡൊന്നും പറയാൻ പറ്റില്ല, ചെറുതായിട്ട് ക്ലൈംബ് ചെയ്ത് കയറണം. ഇതാണ് നമ്മളെ ഹോം സ്റ്റേ. ഭയങ്കര അടിപൊളിയാണ് സംഭവം. നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൻ്റെ ഒരു വ്യൂ ഒക്കെ. ഈ മലേൻ്റെ ഏറ്റവും ടോപ്പിലാണ്. ഈ ഒരു ഹോം സ്റ്റേ മാത്രമേ ഈ മലേൻ്റെ മേലെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാണാം, കണ്ടോ ചെറിയൊരു വീടാണ് പണ്ടത്തെ. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാൽ മൊത്തം മീനങ്ങാടി, അതേപോലെ ആ താഴെ നിൽക്കുന്ന ആ ഗ്രാമമൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാം കേട്ടോ. കണ്ടോ, വേറൊരു വീട് പോലും ഇല്ല. ഈ മല അത്രയും ഹൈറ്റിലാണ് നമ്മൾ നിൽക്കണേ. അധികം ആരും അങ്ങനെ ഈ ഒരു വ്ളോഗ് ചെയ്തതായിട്ട് കണ്ടില്ല. പണ്ട് ഇവിടെ ഈ ടെൻ്റ് അടിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആരും ഇല്ല. ഇതുണ്ടോ, ഒഴിവാക്കിയ പഴയൊരു വീട് മാത്രം ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതിലേക്ക് വരികയാണെങ്കിൽ കുറച്ച് അഡ്വഞ്ചറാണ്. കാരണം വന്യജീവികൾ ഉണ്ടോ എന്നുള്ളൊരു ടെൻഷൻ നമുക്ക് ഉണ്ടാവും. അതിൽ ഒരു ബാത്റൂമും 2 ബെഡ്റൂമും കൂടെ ആയിട്ട് ചെറിയൊരു അടുക്കളയും അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് സംഭവം. ഇതുണ്ടോ വ്യൂ. ഇനി ശരിക്കും ഇതുണ്ടോ ആ മലേൻ്റെ മേലേക്കും നമുക്ക് കയറി പോകും. അതേപോലെ കുറച്ച് റിസ്ക് ആയിട്ട് പോകണം. ഇനി നമുക്ക് റൂമിൻ്റെ ആ വീടിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. നമ്മൾ റൂമിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ ടീംസൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഇങ്ങനെ വരും, ലൈറ്റും സീലിംഗ് ഒക്കെ ചെയ്തിരുന്നു. ഇതൊരു ബെഡ്റൂമാണ്, ചെറിയൊരു ബെഡ്റൂം. അതേപോലെ നമ്മളെ കിച്ചൺ. ഇവിടെ നമ്മളെ കുക്കിങ്ങും പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ടീമാണ് നമ്മളെ. കണ്ടോ, ഒരാൾ ചിക്കൻ കഴിക്കുന്നുണ്ട്, പിന്നെ ഒരാള് കറി ഉണ്ടാക്കുന്നുണ്ട്. അതിലുള്ള മസാലയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വലിയൊരു ഹൈജീനും വലിയ സെറ്റപ്പ് ഒന്നുമല്ല. ഇറച്ചി കഴിക്കുക, വേസ്റ്റ് വെള്ളം ഒഴിക്കാൻ പോകുന്നുണ്ട്. ഇനി ഇവിടുത്തെ വാട്ടർ ഫ്രണ്ടേജ് ആണ് നമുക്ക് കാണിക്കേണ്ടത്. ഇവിടേക്കുള്ള ജലസ്രോതസ്. എടാ ആ മോട്ടർ നിർത്തിക്കാം. ടാങ്കി ഉണ്ടല്ലേ, ഇതാണ് ടാങ്കി. ടാങ്കി നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മോട്ടറിന്റെ സ്വിച്ച് ഇതാ ഇവിടെ കേട്ടോ. എടോ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ കിണർ പറഞ്ഞ സംവിധാനം. ജസ്റ്റ് ഈ മലേൻ്റെ മേലിൽ നിന്ന് വരുന്ന വെള്ളം സ്റ്റോറായി നിൽക്കുന്ന ചെറിയൊരു കുഴിയാണ്. അതിലൊരു മോട്ടറും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മലേൻ്റെ മേലെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ രാത്രി ഒരു 1 മണിക്കാണ് ഇവിടെ എത്തിയത്. പക്ഷേ ഇങ്ങനത്തെ റിസ്കി ആയിട്ടുള്ള സ്ഥലമായതുകൊണ്ട് ഒരാളും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാനില്ല. അപ്പോൾ കുറച്ചൊരു പേടി ഉണ്ടായിരുന്നു. വലിയ പുലിയോ സംഭവങ്ങളൊക്കെ ഉണ്ടോ നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഏതായാലും ഞങ്ങൾ റിസ്ക് എടുത്ത് ഇങ്ങോട്ട് എത്തി. 1-2 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് ഞങ്ങൾ. പക്ഷേ ഇത് ഒരിക്കലും ഞാൻ ഫാമിലിക്കൊന്നും റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ. ഇത് ബാച്ചിലേഴ്സിനൊക്കെ അടിച്ചു പൊളിക്കാനൊക്കെ നല്ല ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്തിട്ടാണ്ടൊക്കെ ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇതുപോലെ ഈ 600 മീറ്റർ ഒരട്ടം കയറാനേ കഴിയുള്ളൂ. അത്രയും റിസ്കി ആയിട്ടുള്ള പാതയാണ് കേട്ടോ. ഇതിലെങ്ങനെ ഇറങ്ങി പോണേ. കണ്ടോ, ഈ സ്റ്റെപ്പ് കൂടെ ഇങ്ങനെ പോയിട്ട് താഴത്തേക്ക് 600 മീറ്റർ താഴത്തേക്ക് വെറും കാട് മാത്രമാണ്. അപ്പോൾ പണ്ടത്തെ ഒരു വീടായിരുന്നു. ആ വീട്ടിലെ ടീം ഇപ്പോൾ റോഡ് സൈഡിലാണ് അവരുടെ വീട്. അപ്പോൾ അവരിത് ഹോം സ്റ്റേ ആയിട്ട് കൊടുക്കുകയാണ്. ചെറിയ ചീപ്പ് റേറ്റേ ഉള്ളൂ, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റേ ഉള്ളൂ. കണ്ടോ, വീടിനോട് ചാരിയിട്ടൊരു പിന്നെ പാറ ഉണ്ടല്ലേ. അപ്പോൾ ഞങ്ങളിവിടെ കുക്കിങ്ങും ഒക്കെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഒരാളും നമ്മൾ
വാച്ച് ചെയ്യാനോ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് വരിക, നമ്മൾ ട്രിപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി പോവുക. അതേപോലെ ഇവിടെ എന്താണ് ഗ്രില്ല് ചെയ്യാനുള്ള സംവിധാനം, കുക്ക് ചെയ്യാനുള്ള പാത്രങ്ങളും എല്ലാ കാര്യങ്ങളും ബെലിനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ സാധനങ്ങളും അവരുടെ തന്നെ ഉണ്ട്. പിന്നെ ഇത് കാണിച്ചുതരാം. ഇതായിരുന്നു എൻ്റെ ബാക്കിലുണ്ടല്ലേ, ഇങ്ങനെ 2 തറ വെച്ചിട്ടുണ്ട്. അവിടെ ടെൻ്റ് അടിക്കാനുള്ള പഴയ സിസ്റ്റമായിരുന്നേ. അപ്പോൾ അതൊന്നും അവിടെ നിന്ന് ആരും വരാറില്ല. ഇപ്പോൾ സീസൺ ആയാലും ഇങ്ങോട്ടൊന്നും പിന്നെ കയറി വരാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടേ ആരും അങ്ങനെ എത്തിപ്പെട്ടിട്ടില്ല. അധികം ആൾക്കാർക്കും ഈ ഒരു ലൊക്കേഷൻ അറിയില്ല. അപ്പോൾ ശരിക്ക് ഒരു പിന്നെ വയനാട്ടിൽ നിന്ന് മീനങ്ങാടി പറഞ്ഞ സ്ഥലത്തു നിന്ന് അവിടുന്ന് കൃഷ്ണഗിരി പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു ഹോം സ്റ്റേ ഉള്ളത്. അവിടുന്ന് ആ താഴെയുള്ള ആ കാണുന്ന റോഡുണ്ടല്ലോ, ഇതിൻ്റെ താഴെയാണ് ആ റോഡ് ഉള്ളത്. ആടാ ആ താഴത്തു നിന്നാണ് നമുക്ക് ഇങ്ങോട്ട് കയറി വരാനുള്ളത് കേട്ടോ. പിന്നെ ഞങ്ങൾ 1-2 പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ടേബിളൊക്കെ പുറത്തിട്ട് കുക്കൊക്കെ ചെയ്ത് നല്ല ഉഷാറായിട്ട് ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇവിടെ നിന്നിരുന്നേ. നമ്മളെ പ്രൊഫഷണൽ കുക്കാണ് കേട്ടോ. അടിപൊളിയായിട്ട് നല്ല മസാല കൂട്ടി വെക്കുന്നത്. പൊരിക്കാനുള്ള ചിക്കനുമാണ്. അതേപോലെ ഇതണ്ട, ഇത് വേറെ കുക്ക് വേണം, കറി ആയിക്കൊണ്ടേ ഇരിക്കുക. അപ്പൊ നമ്മളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഈ ടേബിളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത്, പിന്നെ ഇത് നമ്മളെ ഹോം മെയ്ഡ് ചിക്കൻ പ്ലസ് മുട്ടക്കറിയാണ് കേട്ടോ. അവിടെ എടുത്തേ ആ പ്ലേറ്റുകൾ എടുത്തോ. ചായപ്പൊടി, പഞ്ചസാര. നമ്മളെ ട്രിപ്പിന്റെ ഒക്കെ പ്രധാന ഹൈലൈറ്റ് എന്താ വെച്ചാല്, നമ്മളെ ട്രിപ്പിന്റെ ഹൈലൈറ്റ് എന്താ വെച്ചാല് നമ്മളെല്ലാ സെറ്റപ്പും കറിയും സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കുകയാണ് കേട്ടോ. വായന്റെലിയില് അടിച്ച പൊറാട്ട. ഇതിലിട്ടോ വരി, ചായ എടുത്തോ. അതിന്റെ അടിയിൽ എന്താണെന്നോ ഈ ചാമ്പക്കി വാങ്ങിട്ടോ, അതെന്താണെന്ന് നമുക്കറിയില്ല. എന്ത് ചായ ഇത്? ഗരം മസാല ചായ. ആ ഗരം മസാല ഓക്കെ ഇനി എല്ലാരും സെറ്റാക്കി ഇരിക്കും. എല്ലാവർക്കും സെറ്റാക്കി കൊടുക്കും. ഈ ഒരു മലന്റെ മേലെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ ഒരു അടിപൊളി കാഴ്ചയാണ്. അപ്പൊ ചെറിയ ഒരു സെറ്റപ്പാട്ടോ, നിങ്ങൾ ആരും വലിയ രീതിയിൽ ഇതിനെ കാണരുത്. നിങ്ങളും കൂടെ സെറ്റ് ആക്കിട്ടോ. അപ്പൊ ഗൈസ് ഞമ്മക്കും കിട്ടിയിട്ടുണ്ട് കേട്ടാ പൊറാട്ടയും നല്ല മുട്ട പ്ലസ് ചിക്കൻ കറിയും. എങ്ങനെയുണ്ടടാ? സൂപ്പർ അല്ലേ? ഓക്കെ. ചായ ഊതി കുടിച്ചിട്ടാണ് പിന്നെ ഇഷ്ടമല്ല. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നമ്മൾ എന്താണ് ഇതുണ്ടോ നല്ല മാങ്ങ ഒക്കെ. ഇത് വെളിച്ചെണ്ണ പോയാലാണ് നല്ല പച്ച മാങ്ങ ഉപ്പും കൂട്ടി അടിക്കാണ്. വീഡിയോ എടുക്കാതെ 2 മാങ്ങ പറിച്ചെടുത്താ. അപ്പൊ മാങ്ങ പറിക്കാൻ വേണ്ടി നമ്മള് ഏൽപ്പിക്കണോ മൂച്ചിന്റെ വീട്ടിൽ പോയി നോക്കാം. കണ്ടോ, ഇവിടെ നിന്നാണ് നമ്മള് മാങ്ങ പറിക്കണുണ്ടോ. ഇഷ്ടം പോലെ മാങ്ങകളുടെ ഇവിടെ നിന്നാണ് നമ്മൾ മാങ്ങ എടുക്കാൻ പോകുന്നത്. ഒരു മാങ്ങ നമുക്ക് പറിക്കണ്ട് കാണാം. ഓക്കെ, ഫ്രഷ് മാങ്ങ കേട്ടോ. വനമേഖല ആയതുകൊണ്ട് ഏത് മാങ്ങയൊന്നും അറിയില്ല. എന്നോ നല്ല ഫ്രഷ് അറുത്ത മാങ്ങ. അടുത്തതായി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ് ഷെഫ്? എന്താണ് അടുത്ത് നമ്മൾ ഉണ്ടാക്കുന്നത്? ബിരിയാണി. ചിക്കനാണോ? ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പ്രധാന ഇവിടെ അതിക്കുള്ള ചേരുവകളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു 4-5 വലിയുള്ളി,
ഉരുളക്കിഴങ്ങ് എന്തിനാണെന്ന് അറിയില്ല. ചപ്പ്, പുതിന, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, ബാക്കിയുള്ള അതിലുള്ള മസാലപ്പൊടികളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇതെന്താണ് പുതിയ സെറ്റപ്പ്? എന്താണ് പുതിയ സെറ്റപ്പ്? ഇത് നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമാങ്ങ ഒക്കെ എടുത്തിട്ട് അവന് ചതച്ചിട്ടുള്ള എന്തോ ഒരു ഇതുണ്ടാക്കാൻ പോകുന്നു കേട്ടോ. ഇനി പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ. പാത്രം ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് പാത്രം ചൂടായിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ എന്താണ് ഇനി ലേശം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോ അതിലേക്ക് ഇവിടെ മസാല റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ ഇനി നമ്മളിപ്പോ സാധാരണഗതിയിലുള്ള എല്ലാവരും എടുക്കണ പോലെ ഈ ഒരു ഫുഡിന്റെ വീഡിയോ, ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കണില്ല. നമുക്ക് അത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണാം. അപ്പൊ ഗൈസ്, നമ്മള് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒന്ന് ട്രക്ക് ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ട് കേട്ടോ. മലന്റെ മേലേക്കാണ് പോകുന്നത്. നമ്മുടെ ടീമുകൾ മൊത്തം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ ബാക്കിയുള്ള വിഷ്വൽസൊക്കെ നമുക്കിപ്പോൾ കാണാം. നടന്നത് അപ്പൊ നമ്മളിനി കാണാൻ പോകുന്നത് നമ്മളെ ഡെസ്റ്റിനേഷൻ ഏകദേശം അടുത്തെത്തി തുടങ്ങി. നല്ലൊരു വ്യൂ നമുക്ക് കാണാം. ഇത്രയും മല താണ്ടി കാട്ടിന്റെ നടുക്കൂടെയുള്ള യാത്രയാണ് കേട്ടോ. നോക്കിയാളി അതൊക്കെ ഉണ്ടാന്ന് അറിയില്ല കേട്ടോ. അവരി കാണാം. ഇതാണ് നമ്മൾ അടിപൊളി വ്യൂ. നമ്മൾ ഇതിന്റെ ടോപ്പിൽ ഇങ്ങനെ കയറാം. നല്ല സ്റ്റീപ്പായിട്ടുള്ള കയറ്റാണ് കേട്ടോ. ഇങ്ങോട്ട് വരുന്ന ആൾക്കാർ വളരെയധികം ശ്രദ്ധിക്കണേ. ഇവിടുന്ന് എങ്ങാനും താഴേക്ക് പോയാൽ പിന്നെ ഒരു രക്ഷയില്ല. നമ്മളിതിന്റെ ടോപ്പിൽ പോവും. ഓക്കെ, ഏകദേശം നമ്മൾ ടോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെയും ഏറ്റവും മേലെയുള്ള മലയാണ് കുരിശുമല എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാലുള്ള വ്യൂ കാണിച്ചു തരാം എനിക്ക്. പറയാൻ പറ്റൂല. നല്ല ക്ഷീണിച്ചിട്ടാ ഇത്രയും കയറ്റം കയറി വന്നപ്പോഴേ കുഴങ്ങി. എല്ലാവരും റെസ്റ്റ് ചെയ്യാണ്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ശരിക്കും ഞങ്ങൾ ഉച്ചക്കാണ് ഇങ്ങോട്ട് കയറിയത്. പക്ഷേ വൈകുന്നേരമൊക്കെ ആണെങ്കിൽ നല്ല കാറ്റുണ്ടാവും. നോക്കി നടന്നോളിട്ടോ. ചെറിയ ട്രക്കിംഗ് ആയിട്ട് വരും. എന്താണ് എന്തെങ്കിലും കഴിക്കാനൊക്കെ നമ്മൾ നോക്കാം. കള്ളിമുൾച്ചെടി ഇവിടെ കണ്ടോ, മാനുണ്ട് കേട്ടോ. ഇങ്ങനെ നോക്കി നോക്കാം, പോയി നോക്കാം. വടി എന്തോ എടുത്തോളിട്ടാ. ആ മറ്റേ ചെങ്ങന്മാർ ഇറങ്ങിയാണ്ട് കയറി പോയാ ഇവിടെ നിന്നുള്ളൊരു വിഷ്വൽ ഇങ്ങനെ കാണിച്ചു കേട്ടോ. ഇത്രയും ഡീപ്പായിട്ടുള്ള പുലിയൊക്കെ ഉണ്ടോ നമുക്ക് അറിയില്ല കേട്ടാ. ഇവിടുത്തെ ആരും അങ്ങനെ എന്നിട്ട് ഇതുവരെ കയറി കണ്ടില്ല. അങ്ങനെ പോയി നോക്കാം. കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ട് കണ്ടിട്ടാ. ചീവീടിൻ്റെ സൗണ്ടാണ് നിങ്ങളെ കേൾക്കണേ. ആ പിന്നെ കാലം കൂടെ പാമ്പ് കയറും. ആ 1996 എന്തൊക്കെയോ പറയുന്നുണ്ട്. സാർ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. ഇതെന്ത് സംഭവം?
ഇത് അറിയണമല്ലോ കമന്റ് ചെയ്തിട്ട്. ഇവനാണ് അതിന്റെ ആള്. എന്ത് മാങ്ങടാ? പഞ്ചാര മാങ്ങ എന്നാ പറഞ്ഞിട്ടോ. എടുത്തുകൊണ്ടോ ഏത്? ആ മാങ്ങ. ആ ഒരു മാങ്ങ അവിടെ വീണ് എടുക്കണ്ടിട്ടാ. ഇതാണ് എടുക്കാനുള്ള മടിയുണ്ട്, അവിടെ പോകാനുള്ള മടിയോണ്ട് ആരും എടുക്കില്ല. പൊട്ട പൊട്ട പൊട്ട. ചുറ്റി വളഞ്ഞാണ് പോന്നത്. ക്യാറ്റാണ് പറ്റാത്തത്. നടന്നു കണ്ടാണ് കുഴപ്പമില്ല. ഇവനാണോ പോയി വിട്ടിട്ടാ? ഇങ്ങോട്ടുള്ള പോക്ക് ഭയങ്കര സാഹസികമായതുകൊണ്ടാട്ടോ കുറച്ച് വീഡിയോ ഒന്നും അത്ര രസം ഉണ്ടാവില്ല. ചക്ക എന്തോന്ന് കിട്ടിയിട്ടുണ്ട് റോഫിന്. ചക്ക ഈ ഇതെന്ത് ചക്കയാണെന്ന് ഒന്ന് മെൻഷൻ ചെയ്യട്ടോ. എന്ത് കടന്നല്? ഓക്കെ. ഇതാ അതോ മലന്റെ മേലെ കൂടെ വെള്ളം ഒലിക്കണ്ടല്ലോ. എന്താന്നാവൂല. അല്ലടാ, ഇതിന്റെ മേലെ കൂടെ തന്നെ കേറിയാണ്. നോക്ക എന്തോ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട് കേട്ടാ. എന്താ നമുക്കറിയില്ല. വാട്ടർ ടാങ്കിനാണോ അറിയില്ല. പാറിന്റെ ടോപ്പില് അപ്പൊ ഗൈസ് ഞങ്ങള് റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് പിന്നെ താഴത്തേക്ക് ഇറങ്ങണം കേട്ടോ. ഇപ്പൊ ഏകദേശം ഞങ്ങൾ ഇതിന്റെ പകുതി ഇറങ്ങിയിട്ടുള്ളൂ. എന്നിട്ട് ഇതിന്റെ വഴി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത്രയും റിസ്ക് ആയിട്ടുള്ളൊരു വഴിയാണ്, വെള്ളം ഒലിക്കണ വഴിയാണ്. അതാണ് ഇത്ര. ഇന്നലെ ആയിട്ട് ഞാൻ ഇവിടെ ചോദിച്ചപ്പോ ഇന്നലെ മിനിയാന്നൊക്കെ ആയിട്ട് നല്ല മഴ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വെള്ളമൊക്കെ കുറച്ച്. ആർക്കെങ്കിലും ഈ ഹോം സ്റ്റേന്റെ ഡീറ്റെയിൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ഇട്ടാ മതിട്ടാ, ഞാൻ റീപ്ലൈ അയച്ചു തരുന്നുണ്ട് കേട്ടോ. കൊറേ ഇറങ്ങാണ്ട് കേട്ടോ. അതെല്ലാം ലഗേജൊക്കെ എടുത്തിട്ട് ഇറങ്ങുകയാണ്. സ്റ്റീപ്പായിട്ടുള്ള ഇറക്കാണ്. വീഡിയോയിൽ അത്ര വ്യക്തമുണ്ടെന്ന് അറിയില്ല. ശ്രദ്ധിച്ചിറങ്ങിയില്ലെങ്കിൽ താഴെ എത്തും പെട്ടെന്ന്. വ്യൂ കിട്ടണമെന്നില്ല, അത്ര വലിയ വ്യൂ. അപ്പൊ ഗായ്സ് ഞങ്ങള് ഇതാണ് നമ്മള് വന്ന വഴി. ഇവിടെ വഴി നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് മനസ്സിലാകുന്നില്ല. ഈ ചെറിയൊരു റോട്ടാണ് ഇതാ. അപ്പൊ ഞങ്ങള് ഒക്കെ പാക്ക് ചെയ്ത് റിട്ടേൺ പോവാണ്. പോകുന്ന വഴിക്ക് ചിലപ്പോൾ ഒരു ഡാം വിസിറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ട്. നമുക്ക് നോക്കാം ഏതായാലും. അപ്പൊ ശരി, ബൈ.